കഥാപ്രസംഗം അതിന്റെ ഒരു അവതരണം ഉണ്ടായിരുന്നു. ഞാൻ കലാപ്രതിഭയായിരുന്നപ്പോ ഇതുപോലെ ഒരുപാട് ഐറ്റങ്ങളിൽ ചേരണമല്ലോ. അപ്പൊ കിട്ടുന്നതിലെല്ലാം ഞാൻ ഇടിച്ചു കയറി ചെയ്യും. എന്താണോ ഏതാണോ എന്ന് പിന്നെ ആയിരിക്കും അന്വേഷിക്കുന്നത്. അന്നെനിക്ക് കഥ പറഞ്ഞത് വയലാറിന്റെ കൊടികൾ മാറുകയാണ്. കൊടികൾ മാറുക. ഒരു നാട്ടില് കൊടികൾ ഇങ്ങനെ പലതരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ സീസണിലും ഓരോ കൊടികൾ പ്രത്യക്ഷപ്പെടുകയാണ്. മാറ്റമൊന്നുമില്ല, കൊടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനനുസരിച്ച് നാട്ടിലെ ഏക തയ്യൽക്കട എന്ന് വെച്ചാൽ ചാക്കോ മേസ്ത്രി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അയാൾ ഒരു സംഭവം തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. അത് നിൽക്കേ, അത് ഇത് തയ്ക്കേ എന്നുള്ളതാണ്. ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേസ്തിരി തയ്ക്കുന്നു. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേസ്തിരി തയ്ക്കുന്നു. കാറ്റത്താടും തൊങ്ങലുടുപ്പുകൾ കാഴ്ചക്കാരെ വിളിക്കുന്നു. കാറ്റത്താടും തൊങ്ങലുടുപ്പുകൾ കാഴ്ചക്കാരെ വിളിക്കുന്നു. ഒരു നാൾക്കവിടെ കയറി ചെന്നു 20 നല്ല ചെറുപ്പക്കാർ. കൊടികൾ വേണമവർക്കപ്പോൾ, കൊടികൾ വേണമവർക്കപ്പോൾ. ആർക്കാണിപ്പം കൊടിയും കയറും ചാക്കോ മേസ്തിരി ചോദിച്ചു. കൊടികൾ വണ്ണ കൊടികൾ വേണം അവർക്കപ്പോൾ. ഇങ്ങനെ പറയുന്നൊരു സാധനം. അതൊരു അന്നത്തെ കാലഘട്ടത്തിൽ ഇത് നമ്മൾ ഇന്ന ഐറ്റം ചെയ്യണം അങ്ങനെയല്ല. ഒരു കൂട്ടുകാരുടെ കൂട്ടമാണ്. കൂട്ടുകാരാണല്ലോ നമ്മളാക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കൂട്ടുകാരാണല്ലേ. അപ്പൊ കൂട്ടുകാരോടൊപ്പം കൂടി അതാണ് നമ്മുടെ ജീവിതത്തിലാകെ. നേരത്തെ പറഞ്ഞല്ലോ, മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വികാരഭരിതനായല്ലോ. എന്നെ വേറെ ഹോട്ടലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് താമസിപ്പിച്ചിട്ട് വൈകുന്നേരങ്ങളൊക്കെ രസകരമായിരുന്നു. എന്തായിരുന്നു എടുത്തു പറയാനൊരു ഓർമ്മ മോഹൻലാലിനെ കുറിച്ച്? ഇല്ല, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൊത്തത്തിൽ എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ ലാലേട്ടൻ ഇതാരോടായി പറയുന്നത്? ഇപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ലാലേട്ടൻ്റെ. ഞങ്ങള് എറണാകുളത്ത് താമസിച്ചിരുന്നപ്പം ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഒക്കെ എറണാകുളത്ത് താമസിക്കാം. അപ്പോൾ തേവരയായിരുന്നു, തേവര മട്ടമ്പൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത വീടാണ് ലാലേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇറങ്ങി വരുമ്പോൾ ഈ വണ്ടി വരുമ്പോഴെല്ലാം എന്നെ കാണും വന്നെടുക്കും, ശലം ചോദിച്ചിട്ട് പോകും, വീട്ടിൽ വരാനൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരിക്കല് അമ്മയുടെ പ്രോഗ്രാമിൻ്റെ അന്ന് ഞാൻ കുളിച്ചും ഇറങ്ങി റെഡിയായി. അപ്പോൾ റോഡിൽ വന്ന് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഒരു ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ ബൈക്കിൽ മറ്റേ ഇങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ, മറ്റേ കിടക്കും. അതിൽ വന്നിട്ട് ചേട്ടാ എവിടെ പോകുന്നു ചേട്ടാ? ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ അമ്മയുടെ പ്രോഗ്രാമിന് പോവുകയാണ്. അമ്മയുടെ പ്രോഗ്രാമാണോ? എല്ലാവരും കാണുമല്ലോ. ചേട്ടാ ഞാൻ കൊണ്ടുവിടാം ചേട്ടാ, ചേട്ടാ ഞാൻ കൊണ്ടുവിടട്ടെ ചേട്ടാ. ഞാൻ പറഞ്ഞു ശരി. എങ്ങനെ കയറും എന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ചേട്ടാ 1 മിനിറ്റ് ഞാൻ ചെന്ന് ഹെൽമെറ്റ് എടുത്തോണ്ട് വരട്ടെ. ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അന്ന് അവിടെ പോയില്ല. ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പ്രശ്നമാണ്. ശരി പെട്ടെന്ന് വാ. പോയി. അവൻ പോയ നേരം കൊണ്ട് ലാലേട്ടൻ്റെ കാറ് വരികയാണ്. എൻ്റെ അടുത്ത് വന്ന് അങ്ങോട്ടല്ലേ വാ കേറ്. ഞാൻ വിഷമസ്ഥിതിയിലായി പോയി. അവൻ ഹെൽമെറ്റ് എടുക്കാനും പോയി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വേറൊരു ആവശ്യം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ് അങ്ങ് വരുവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നീങ്ങിയതും ഇവൻ വന്ന് നിന്നത് ഒരുമിച്ച്. ഞാൻ കൊണ്ടില്ല. ഞാൻ പറഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും ചവിട്ടി കയറി. യവൻ ഇതിന്റെ കൂടെ വിടണം. ഒന്നാമത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അതിനിടയിൽ ഒരു ചെറിയ മഴയും വന്ന്, ഈ മഴയും നനയേണ്ടി വന്ന്. നല്ല കാര്യമുണ്ടാ, ഞാൻ എവിടെ നിന്ന് പോകേണ്ടത്? ഒന്നവിടെ കൊണ്ടുവന്ന് നിർത്തി, രക്ഷപ്പെട്ട് ഹോളിലോട്ട് കയറിയപ്പോഴത്തേക്ക് ചേട്ടൻ ചോദിച്ചു ഞാൻ വിളിച്ചതല്ലേ, അതിൽ കയറി കൂടായിരുന്നോ? അപ്പൊ സുരാജ് ചോദിച്ചു എന്താണ്? ഞാൻ കാര്യം പറഞ്ഞു. കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ അല്ല കളവാ, നിങ്ങൾക്കൊന്നും കിട്ടാതെ പോണത്. നല്ലൊരു സൗഹൃദത്തിന് അതൊക്കെ ഓർക്കുകയാണ് നമ്മളെ. ഞാൻ ആലോചിച്ചത് പാവം അവന്റെ ഒരു അവസ്ഥയാണ്. അവന്റെ ഒരു ആവേശം അല്ലേ. ജോബി ഇപ്പം എത്ര വർഷമായിട്ട് സിനിമാ ഫീൽഡിലുണ്ട്? ആദ്യത്തെ ചിത്രം ഏതാണ്? എത്ര ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? 87 ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയായി. അപ്പോൾ അന്നത്തെ പത്രങ്ങളുടെയൊക്കെ വാർത്തകൾ ഇതായിരിക്കുമല്ലോ. അന്ന് കലാപ്രതിഭയൊക്കെ അന്ന് മെയിൻ വാർത്തയായിട്ട് ഭയങ്കര ഇതായിട്ട് കൊടുക്കും. അങ്ങനെ ശ്രീ ബാലചന്ദ്രൻ മേനോൻ സാറ് ഇത് കാണുകയും
എന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, അദ്ദേഹം ഇന്ന് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു, ഇപ്പം EMDയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചു എന്നെ വിളിപ്പിച്ചു SMCയിൽ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടത് ഓടി അകത്ത് ഷട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് അന്ന് എന്നെ അച്ചുവോട്ടൻ്റെ വീട്, അതിലേക്ക് എന്നെ ആദ്യം കുളിക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ കോരി കുളിച്ച് ആണ് തുടക്കം. അങ്ങനെ എന്നെ മലയാള സിനിമയിലേക്ക് കുളിപ്പിച്ച് കയറ്റി, വൃത്തിയാക്കി കയറ്റി. എത്ര സിനിമ അഭിനയിച്ചു ഇതുവരെ? ഉദ്ദേശം കണക്കില്ലെങ്കിലും, കണക്കില്ല, വിരലെണ്ണാവുന്നതേ ഉള്ളൂവെങ്കിലും 10-30 സിനിമയിൽ. എന്നാലും ഓർമ്മയിൽ നിൽക്കുന്നൊരു വേഷം ഏതാണ്? എനിക്കിപ്പോൾ പിന്നെ 2018 ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു, മണ്ണാങ്കട്ടയും കരിയലയും. അതിലെ നായകനായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള റോളാണ്. ഒരു കുടുംബം, കുടുംബം മൊത്തം േറി നടക്കുന്ന ഒരു ബാലൻ എന്ന കഥാപാത്രം. ഭാര്യയും മക്കളെ പിന്നെ മകളും ഒക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള റോൾ. ആദ്യമായിട്ടാണ് ഒരു സീരിയസ് ആയ റോള് അഭിനയിക്കുന്നത്. അവാർഡ് കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ജോബിയുടെ കല്യാണം എങ്ങനെയാണ്? ലവ് മാരേജ് ആണോ, അറേഞ്ച്ഡ് മാരേജ് ആണോ, ഏത് വർഷമാണ്? അറേഞ്ച്ഡ് മാരേജ് തന്നെ. അറേഞ്ച് മാരേജ് 94. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 പേര് എന്ത് ചെയ്യുന്നു? മൂത്തയാള് ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ മോൻ, അവന് ഓട്ടിസം, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവന്റെ സ്കൂളിൽ പോകുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മൂത്ത മോന് ഇപ്പൊ ഈ കലാരംഗത്ത് എന്തെങ്കിലും? അവൻ മറ്റേ ഈ ടിക്ടോക്കിന്റെ ഒക്കെ ആശാനാണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി പുതിയ വേഷൻ സംഭവങ്ങളൊക്കെ ഇടും.